എന്നെ എന്നെ അറിഞ്ഞോ? കൊച്ചു പോയിട്ട് ഇന്ന് വരുമ്പോൾ എങ്ങനെയാവും ഞാൻ പറഞ്ഞു എന്നോട് പോകണ്ട. നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഏക്ക് ഇച്ചിരി വെള്ളം കുടിക്കാം. ഇച്ചിരി വെള്ളം കുടിക്കാം. ചൂടുവെള്ളം ആ ചൂടാക്കി വെള്ളാന്നേ കുടിച്ചോ. ചൂടാക്കി തണുപ്പിച്ച വെള്ള. ആ സാരമില്ല, എന്നാൽ കുടിച്ചോ. വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാലേ ശരിയാകില്ല. വെള്ളം അതൊന്നും കുഴപ്പമില്ല. വെള്ളം കുടിക്കുന്നതിന് എന്നാ കുഴപ്പം? വെള്ളം കുടി കുറവാ, അതാ കുഴപ്പം. കുടിക്ക്. അതൊന്നും സാരമില്ല, നമ്മൾ വെള്ളം കുടിക്കുന്നതല്ലേ. ചൂടുവെള്ളം അമ്മ കുടിക്കുന്നതല്ലേ, ചൂടാക്കി വെള്ളം കുടിക്കുന്നതല്ലേ. കുടിക്ക്. അയ്യോ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ടാ ചെല്ലാവളെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. കുടിക്ക്. ക്ഷീണമൊക്കെ മാറണമെങ്കിൽ വെള്ളം ചെന്നാലേ പറ്റുള്ളൂ. വൈറസൊക്കെ പോകണം. പനിയുടെ വൈറസൊക്കെ പോകണമെങ്കിലേ, പനി പോകണമെങ്കിലേ ഇല്ലല്ലോ ഇത് കുടിക്കണം. ഇച്ചിരി കുടിക്കണമെന്നേ. മൂത്രത്തിൽ കൂടെ വൈറസ് എല്ലാം പോകണം. ഉണ്ടോ? പനിയുടെ ക്ഷീണം എത്ര ദിവസമായി നോക്കി. ആര് ഇല്ല വഴക്കൊന്നും പറയാം. കുടിക്കണം. ഇച്ചിരി കൂടെ കുടിക്കണം. ഇല്ലെന്നേ കുടിക്കാതെ ഞാൻ വഴക്ക് പറയുന്നത്. കുടിച്ചില്ലല്ലോ വഴക്ക് പറയുന്നത്. അമ്മയെങ്കിൽ വരും വഴക്ക് പറയും. അമ്മ വെള്ളം കൊടുത്തില്ല എന്ന് ചോദിച്ചു ഞങ്ങളോട്. പച്ചവെള്ളമൊന്നുമല്ല, ചൂടാക്കി തണുപ്പിച്ച വെള്ളം. ചൂടാക്കി തണുപ്പിച്ചല്ലേ. ഈ ചൂടത്ത് ഇത്തിരി ചൂടുവെള്ളം കുടിക്കണ്ട. ചൂട് കാരണമാണ് പനി കൂടുന്നത്. എന്നാൽ ഇച്ചിരി കൂടെ ഉണ്ട്, അതുകൂടെ കുടിച്ചോ. കുളിക്കൊന്നും വേണ്ട. ഇച്ചിരി വെള്ളം കുടിച്ചാൽ മതി. ഇത് കുടിക്ക്. ഇച്ചിരി കുടിക്കാനേ. ഇച്ചിരി കുടിക്കാനേ. വെള്ളമല്ലേ, മുള്ളി പൊക്കോളും. മുള്ളി പൊക്കോളൂന്ന്. എന്നാ അത് ശകലം കൊണ്ടല്ലേ, അത് കുടിച്ചാലേ കുഴപ്പം. ഇച്ചിരി അല്ലല്ലോ, അത് കുടിച്ചാലേ കുഴപ്പം. പനി പോകണ്ടേ? പനി പോയാലേ അമ്മയുടെ അടുത്ത് പോകാൻ പറ്റുള്ളൂ. അമ്മയുടെ അടുത്ത് പോകണ്ടേ? എന്നാ കുടിക്ക്. ഞങ്ങൾ പോവും. ഇവിടെ ഇട്ടിട്ട് പോവും. ഞങ്ങളെ ഇവിടെ ഇട്ടിട്ട് പോവും. പിള്ളേർ വരുമ്പോൾ ഇത് കൊടുത്തേക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിള്ളേർ വരുമ്പോഴേ ഇത് കൊടുത്തേക്കണമെന്നാണ് പറഞ്ഞത്. വെള്ളം കുടിക്കില്ല. ഒരു ശകലം കുടിക്കാതെ ഉള്ളൂ. 1/2 ലിറ്റർ 3/4 ഭാഗത്തോളം കുടിച്ചിട്ടുണ്ട്. ഇനി എന്തിനാ വെച്ചെടുക്കണേ? മുരങ്ങന്നേ വെള്ളം കൂടി കുറവൻ്റെ കുഴപ്പമാണ് ഇത് മൊത്തം. ഒരുമാതിരി ഒരു വൈറൽ പനിയാണ്. ഭയങ്കര ക്ഷീണമാണ്. ഒന്നും ചെയ്യാനും തോന്നുന്നില്ല. കിടന്നിടത്ത് കിടക്കാൻ തന്നെ തോന്നുക. കിടന്നാൽ അന്തവും ബന്ധവും ഇല്ലാതെ കിടന്ന് ഉറങ്ങിപ്പോവാ അല്ലേ. ഒന്നും അറിയുന്നില്ല കിടന്നു കഴിഞ്ഞാൽ. ഞാൻ ചുമ്മാ വന്നിരുന്ന അമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നാ കാശുരുവോ? ക്ഷീണം അങ്ങ് കുറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ക്ഷീണം കൂടുവാണ് ഇത്. എന്തെങ്കിലും പണി ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ക്ഷീണമാവും. ഫുൾ റെസ്റ്റ് എടുത്താൽ ഒരു കുഴപ്പമില്ല. എലിക്കുട്ടിയമ്മ ഇത്ര ക്ഷീണം. എന്നാത്തിനാ എന്നതിനാള് കൂടുന്നേ? പെരുന്നാളിനാണോ? പെരുന്നാളിനാണോ? ക്ഷീണക്കാരാണ്. നല്ല ക്ഷീണമാണ്. അമ്മയ്ക്കും നല്ല ക്ഷീണമാണ്. എനിക്കും നല്ല ക്ഷീണമായിരുന്നു. അങ്ങോട്ട് കുറഞ്ഞു വന്നേ ഉള്ളൂ. അവരുണ്ടായിക്കോളൂന്നേ. എന്നാ ശരി. അവർ പാടണ്ട, അവർ ചെയ്തോളും. ലിക്കുട്ടമ്മേ ഇത് ബാ, ചായ കുടിക്കാം. ബാ, ഇപ്പം വെള്ളം ഇച്ചിരി കുടിച്ചേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയാന്ന് അറിയത്തില്ല. ബാ ചായ കുടിക്കാം. ബാ ചായ കുടിക്കാൻ ഏറ്റ് ബാ. ബാ അമ്മയും ബാ ഏറ്റ് ബാ. അയ്യോ ഇപ്പം വേണം. ബാ നമ്മളെല്ലാവരും കുടിക്കുക. ബാ നമ്മളെല്ലാവരും കുടിക്കുക. ഏറ്റ് ബാ.
വേറെ ആളിനൊന്നുമില്ല. ഏലിക്കുട്ടിയമ്മയ്ക്ക് വെച്ചിരിക്കുന്ന ഏലിക്കുട്ടിയമ്മ കഴിക്കണം. ബാ കൊടുത്തോളൂ. നിങ്ങളിതിൽ അറിയുന്നത് ബാ ഏറ്റു വാ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി തരും. തരുവാണെങ്കിൽ മേടിച്ച് കഴിക്കും. ആ തരുവാണെങ്കിലും അത് മേടിച്ച് കഴിക്കാനില്ല. ഇവിടെ ഉണ്ട്, നമുക്കുണ്ട്. പിന്നെ എന്തിനാ തരാനിരിക്കുന്നത്? നമുക്ക് ചായ ഉണ്ടല്ലോ. പൈസ മുടക്കണം. പിന്നെ അതിന് ചായക്കോ? നമ്മളിവിടെ ഉണ്ടാക്കി വെക്കുമല്ലേ, ചായക്കടയിൽ നല്ല കുടിക്കുന്നത്. ഏറ്റുവാ ഏറ്റുവാ ഏറ്റുവാ. ഇപ്പം വരും ചാച്ചടൊക്കെ. ആ അന്നേരം ഒരു എടുത്തോളും. ചാച്ചൻ വരുമ്പോൾ വരട്ടെന്നേ. വാ, അപ്പം നമുക്ക് കുടിക്കാം. ചാച്ചൻ വരുമ്പോഴല്ലേ. ചാച്ചൻ വരുമ്പോൾ ചാച്ചൻ കുടിക്കട്ടെ, നമുക്കിപ്പോൾ കുടിക്കാം. വാ ഏറ്റുവാ. കേക്ക് എന്നെ വിളിക്കണേ. അമ്മ വിളിക്കണേ. വേണ്ടേ അമ്മയോട് വിളിക്കുന്നു. അമ്മ വിളിക്കണേ എലിക്കുട്ടീനെ. എലിക്കുട്ടിയമ്മയോട് ഏറ്റു വരാനാണ് അമ്മ വിളിക്കണേ. എലിക്കുട്ടിയമ്മേ ബാ. ഇതെന്നാ ക്ഷീണം? ഇതെന്നാ ക്ഷീണം? ബാ ചായ എടുത്തു വെച്ച്. ബാ ബാ ചായ എടുത്തു വെച്ച് കുടിക്കാൻ ചൂടോടെ എടുത്തു വെച്ചെന്നേ. ഇതേ ഇവിടെ മേശയിൽ എടുത്തു വെച്ച്. വാ. ഈ പനി ഇങ്ങനെയാണോ? കുടി കുറഞ്ഞു ഇരിക്കും അല്ലേ? രക്ഷയില്ല. ശരിയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രക്ഷയില്ല. വെള്ളം കുടിപ്പിക്കുക, അതേ ഉള്ളൂ. വൈറസ് മുഴുവൻ പോണം മൊത്തത്തിൽ കൂടെ. അതാണ് വിഷയം. നമുക്ക് മയമുള്ള റബ്ബർ ചെരുപ്പ് മേടിച്ചു കൊടുത്താലോ? പക്ഷെ റബ്ബർ ചെരുപ്പ് തട്ടി ഇത് ഇട്ടോണ്ട് നടന്നോട്ടെ. അതിനകത്ത് ഇട്ടോണ്ട് നടക്കുമോ? പിന്നെ ഇട്ടോണ്ടൊക്കെ നടക്കും. ഇടാൻ എളുപ്പമാണ്. മറ്റേ 4 വസ്തു കൂടിയാ കാലും കൊണ്ടൊക്കെ. അല്ല അത് എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ആവും. ഇല്ലെന്നേ. ആ എന്നപ്പോ എടുത്ത് കളഞ്ഞിട്ട് പുതിയത് മേടിക്കണം. വാ. എവിടുന്ന് ഇടണേന്റെ കണ്ട എവിടാന്ന് ഇട്ടത്? ഇട്ടത് കണ്ട എവിടെയാന്ന്? വിരല് മാറിപ്പോണ. നമ്മുടെ വിരൽ കുഞ്ഞിരിക്കുന്നുണ്ട്. വാ. ശരീരത്തിന് ക്ഷീണമായണ്ട. ക്ഷീണമുണ്ട്. അതിന്റെ കുഴപ്പമാണ്. പനി കിടപ്പുണ്ടേ. പനി പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ക്ഷീണം അല്ലാതെ വൈറസ് ഉള്ള മൊത്തം പോണത്. അത് വെള്ളം കൊടുത്താലേ വെള്ളം കുടിച്ചിരിക്കും. വെള്ളം കുടിപ്പിക്കണം, എന്നാലേ നടക്കുള്ളൂ. വെള്ളം കുടി പോരാ, വെള്ളം കുടിക്കണം നന്നായിട്ട്. ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അതങ്ങോട്ട്. ജോലി ചെയ്യുന്നവർക്കാണ് കൂടുതൽ വിഷയം. അമ്മ ഇത്രയും ഇരുന്നിട്ട് ഈ പരുവം. അപ്പോൾ പണി ചെയ്യുന്ന നമ്മുടെ കാര്യം എന്ന് പറഞ്ഞു. അല്ല ഞാനോരോ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇവിടെ കണ്ടില്ലേ, ബോധം കെട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലേ. ഒരു മണിക്കൂർ നമ്മൾ എന്തെങ്കിലും പണി വിളിച്ച് ബലമായിട്ട് ഇച്ചിരി ഇതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോയി. ഇന്ന് വരുമ്പോൾ അറിയാം. ഒട്ടയപ്പം കൊടുക്കണ അത് കഴിച്ചിട്ട് കൊടുക്കാം. ഇൻഷുറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തു. അല്ല പിന്നെ അതെ ക്ഷീണമാണല്ലോ അല്ലേ. വേണ്ട കഴിച്ചു. എനിക്ക് വേണ്ട. വേറൊരു സാധനം ഇവിടെ ഇരിപ്പുണ്ടാവും ഞാൻ കഴിക്കാൻ. മധുരമുണ്ടോ? മധുരമൊക്കെ ഉണ്ടോ? മധുരമൊക്കെ ഉണ്ടോന്ന്? ഇല്ലേ? റസ്കിനധികം മധുരം ഇല്ലല്ലോ. അതാ ചായക്ക് മധുരം ഇല്ലേ? കഴിച്ചോ. ഒന്നും അമാന്തിക്കണ്ട, പെട്ടെന്ന് കഴിച്ചോ. പേരെങ്കിലും ശരീരം ആരോഗ്യമൊക്കെ ഉള്ളവർ വീട്ടിലില്ലെങ്കിൽ ഒരു കാര്യം നടക്കുകയില്ല. എന്തെല്ലാം കാര്യം നടക്കണം. വെറുതെ അമ്മ തടി കൊണ്ടോട്ട് എന്നെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു പ്ലാവിന്റെ കമ്പ് വരച്ചിട്ട് നീങ്ങുന്നില്ലായിരുന്നു. ചേട്ടൻ ഭയങ്കര ചിരിയായിരുന്നു. ശരീരമാണെങ്കിൽ ചെയ്യാത്തോണ്ടാ. ശരീരം ചെയ്തതിന് ഞാനിവിടെ കിടക്കും. പൊക്കോണ്ട് നല്ലപോലെ ശരീരം എനിക്ക് ചെയ്തതൊക്കെയാ. കൈയും കാലം അറിഞ്ഞല്ലേ. കൈയും കാലം ആണെങ്കിൽ ജോലി ചെയ്യാത്തതിന്റെ കുഴപ്പമല്ലേ. നടുവ് കട്ടലെല്ലാം തേഞ്ഞിരിക്കുക. എലിക്കുട്ടിയമ്മ ഡിസ്ക് തെന്നിയിരിക്കുക. എലിക്കുട്ടിയമ്മക്ക് ഇതെല്ലാം അറിയാം. എലിക്കുട്ടിയമ്മ കഴിക്കുന്നില്ലല്ലോ. ചായ എടുത്ത് കൊടുത്ത് കഴിക്ക്. റിസ്ക് എടുക്ക്. തിന്നെ വർത്താനം പറഞ്ഞിരിക്കുന്നത്. ഇത് തിന്നെ. അത് റിസ്ക് ഒന്നുമില്ല. അതെന്തോ ഇന്ന് ഇച്ചിരി ഭക്ഷണത്തോട് ഇച്ചിരി മടുപ്പുണ്ട്. ഇന്നലെ കഴിച്ചായിരുന്നു. ഇന്നലെയൊക്കെ കഴിച്ചായിരുന്നു. നല്ല റിസ്ക് ഒക്കെ വേഗം തിന്നുന്നതാ. ഇന്നുണ്ടാക്കിയതാ. അവിടെയൊന്നുമല്ല, ഇവിടെ ആൾക്കാർ വരുവാറുണ്ട് പറഞ്ഞു. ഇത് ഈ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയതാ.
പനിയും കൂടെ വന്നപ്പോൾ കുറേ എല്ലാം കൂടെ പോയി. അതാണ് വിഷയം. നമുക്കൊരു വെളിവില്ലാത്ത അവസ്ഥ. അതന്നെ വെളിവില്ല. അറിയാന്നേ എന്നാ ചെയ്യണേന്നൊന്നും അറിയത്തില്ല. വൈറൽ പനി വന്നാൽ രക്ഷയില്ല. ഒടുക്കത്തെ ക്ഷീണമാണ്, അതാണ് രക്ഷയില്ല. ഒരു പണിയും ചെയ്യാൻ വന്നിരുന്നേ ഞാൻ എന്നാ ചെയ്താനെ. പണി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പക്ഷെ കഴിഞ്ഞോടെ എനിക്ക് ഇത്ര എഫക്റ്റ് ചെയ്തില്ല. എന്നാലും വന്നിട്ട് ഒന്നുമില്ലല്ലോ. എല്ലാത്തിനകത്തും ഏതാണ്ടാക്കി ആർക്കും ഒന്നും വേണ്ട, ഇതൊന്നും മേടിക്കണ്ട. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിച്ചോണ്ട് വരരുത് കേട്ടോ. ഇവിടെ ആരും തിന്നിയല്ല. എന്തിനാ അതൊക്കെ തിന്നുന്ന ഒരു പ്രായം ഉണ്ടായിരുന്നു പിള്ളേര്. പക്ഷെ പിള്ളേര് ഇപ്പൊ ഒന്നും തിന്നിയല്ല. വീണ ഇവിടെ ഇല്ല. ഇവാൻ ഇതൊന്നും വേണ്ട. ഇതൊക്കെ എടുത്തിന് കളയേണ്ട വരും. ആരൊക്കെയോ വന്നപ്പോ കൊണ്ടുവന്നതാ. അതേ കണ്ടോ, ആരാണ്ട് വന്ന് കൊണ്ടുവന്നതേ ഇരിക്കുന്നു. ഏതാ ഇത്? ജോമോന്റെ ചായ. ജോമോനെ തണുത്ത് വന്ന് കുടി. എന്നാ അത് പച്ചവെള്ളം പോയി കഴിഞ്ഞ് കുടിക്കാനിരിക്കുക. ബാ, അതിന് തണുത്തതാലേ കുടിക്കുള്ളൂ. പച്ചവെള്ളം ആക്കണം. നിങ്ങളൊക്കെ ഒരു കൂട്ടരല്ലേ, അമ്മയും മകനും വിവാനും. തണുത്തത് തിന്നുന്ന ആൾക്കാര് അല്ലേ ഏൽക്കുട്ടിയമ്മ? ചൂടുള്ള കുടിച്ചു പഠിച്ചാലേ ഉള്ളൂ. ചൂടൊക്കെ ഉള്ള കുടിച്ച് കുടിച്ചോണ്ടിരുന്ന ചൂടത്ത് വേറെ തൊഴുകാൻ വേണ്ടിയല്ലേ ചൂടുള്ളതെല്ലാം കുടിച്ചിട്ട്. ഞാൻ പോകട്ടെ, നിങ്ങൾ അമ്മ പണിയുണ്ടേ. ആ സ്കൂൾ വണ്ടിയല്ലേ, സ്കൂൾ വിടുന്ന സമയമല്ലേ, സ്കൂൾ വണ്ടിയെല്ലാം പോണ. കഴിക്കണം കേട്ടോ, റസ്കും കൂടെ കഴിക്കണം. റസ്ക് കഴിക്കണം. ആ ഈ റസ്ക് ഇത് കഴിക്കണ കാര്യം പറഞ്ഞേ. അത് തിന്നണമെന്ന്. കഞ്ഞി ഇച്ചിരിയല്ലേ കുടിച്ചുള്ളൂ, രാവിലെ ഇച്ചിരിയല്ലേ കഴിച്ചുള്ളൂ. ആ രാവിലെ പകുതി കഴിച്ചു. ആ റസ്ക് എടുത്ത് തന്നെ. അതെ റസ്ക് എടുത്ത് റസ്ക് എടുത്ത് കഴിക്കാനേ. അതപ്പോഴും എടുത്ത് കഴിക്കാം. അതെടുത്ത് കഴിക്കുക. അതല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. എന്നാ ഇത് തിന്നോ. എനിക്കിവിടെ ഉണ്ട്. അമ്മ തിന്നില്ലല്ലോ. അമ്മ റിസ്ക് തിന്നില്ലല്ലോ. അവിടെ തിന്നോ. ആ എന്നാ പകുതി തിന്നോ. പകുതി തരാം. ഇത് പകുതി ആക്കിന്നേ. അല്ല റിസ്ക് എടുത്ത് തന്നെ. അതെടുത്ത് തിന്നോ. അതിനാ വേണ്ടാത്ത തന്നെ വിശക്കുന്നില്ലേ? എന്ന് വെച്ചാൽ വിശപ്പ് കുറവാന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് മുമ്പ് കുറച്ച് വെള്ളം കുടിച്ചായിരുന്നല്ലോ. പൊതുവെ ഇന്ന് ഇച്ചിരി വിശപ്പ് കുറവായിരുന്നു. ഇത് കഴിക്കേ. എന്നാ ഇത് കഴിക്കേ. ചെറുത് വേണമെങ്കിൽ ഉമ്മ മേടിച്ച് കഴിച്ചാനെ. എന്നാ പഴം എടുത്ത് കഴിക്കേ. പഴം ഇരിക്കുന്നത് പഴം. ആ ആരും തിന്നാനില്ല. അമ്മയ്ക്ക് വെച്ചതാ. എലിക്കുട്ടിക്ക് വെച്ചതാ. എലിക്കുട്ടി എടുത്ത് തിന്നോ. ഇന്ന് വിശപ്പ് കുറവാണ് കേട്ടോ, പറഞ്ഞ പോലെ. ഇന്ന് ഉച്ചയ്ക്ക് രാവിലെ പകുതി കഴിച്ചു. ഇച്ചിരി ഭക്ഷണം നമ്മൾ പഴയതിലും കൂടുതൽ കൊടുക്കുന്നുണ്ട്, ക്ഷീണമുള്ളതുകൊണ്ട്. ഉച്ചയ്ക്ക് കുറച്ച് ശാലം കഞ്ഞിയെ കുടിച്ചുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ വൈകുന്നേരം ചായ കുടിച്ചു. ഒരു ദിവസത്തേക്ക് വന്നു. ഒരു വട്ടപ്പത്തിൻ്റെ കഷ്ണം കഴിച്ചു. ചായ എടുത്തു കൂടി. ചായ ഉണ്ടല്ലോ അതിനകത്ത്. നിങ്ങൾ കലക്കിയിട്ട് കുടിച്ചേ, ഇളക്കിയിട്ട്. പോയി കിടന്നോ. അമ്മയുടെ മുറിയിൽ. മുറി അറിയത്തില്ലേ? ചായ വേണോ ഇച്ചിരി കൂടെ? ഇച്ചിരി ചായ കൂടെ തരാം. കപ്പൊന്നും കഴിയണ്ട അവിടെ. ശരി, പിന്നെ കഴിയാൽ മതി. ഇച്ചിരി ചായ കൂടെ കുടിച്ചോ. കുടിച്ചോ.
ഇച്ചിരി കൂടെ ഉണ്ട്. മധുരമില്ല. ആ മധുരം ഇല്ലല്ലേ? ഞാൻ മധുരം കുടിക്കില്ല അമ്മേ. ഒന്നുമില്ല, വേണ്ട. എന്നാ ഇത് ചാലോടെ ഉണ്ട്, ചാലോടെ ഉണ്ട്. വേണ്ട, ഞാൻ മധുരം കുടിക്കുകയല്ലോ. അമ്മയല്ലേ മധുരം കുട്ടി, അമ്മ മധുരം കൂടി കുടിക്കുന്ന അമ്മയല്ലേ. വേണ്ടല്ലേ? അതിനകത്ത് ആ പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അന്ന് കുടിച്ചോട്ടെന്ന് ഓർത്താ. എന്നാ ചള്ള ഇച്ചിരി കൂടെ ഉള്ളു, തീർന്ന്. ചള്ളാന്നേ, ചാലോടെ ഉള്ളു. കുടിക്കാൻ കൊള്ളിയില്ല. അത് 2-3 ദിവസമായതാ. 2-3 ദിവസമായ ചായയാണോ? ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട് വന്നല്ലേ? മധുരം ഇല്ലാതെ ഒന്നും പറ്റിയല്ലേ? പാനോ ഇപ്പോൾ എലിക്കുട്ടിയമ്മയുടെ പനിയൊക്കെ എന്തോരം കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ പൽപ്പൊടി കൊടുക്കാൻ പോകണം എലിക്കുട്ടിയമ്മയ്ക്ക്. പൽപ്പൊടിയാണ് എന്നും കൊടുക്കണമെന്ന് ചോദിച്ച് പറഞ്ഞേക്കരുത്, ഓരോ ദിവസത്തെ വ്യത്യാസങ്ങളാണ് കാണിക്കുന്നത്. ഓക്കെ എലിക്കുട്ടിയമ്മേ, എലിക്കുട്ടിയമ്മേ, ഏക്കോ വല്ലതും കഴിക്കണ്ടേ? വാ വല്ലതും കഴിക്കണ്ടേ? വലുത് തേക്കാം, പല്ല് തേക്കോ, നമുക്ക് വല്ലതും കഴിക്കാം. മണി 9 എനിക്ക് ഇച്ചിരി കുറഞ്ഞു. ആ കഴിക്കാറായി. ബാ എന്നിട്ട് നല്ല സൂര്യനൊക്കെ അങ്ങ് ഉദിച്ചേ ഇങ്ങോട്ട്. ഭയങ്കര പൊളല, ഭയങ്കര ചൂടാ പുറത്ത്. വെയിലങ്ങ് തെളിഞ്ഞിട്ടേ കാണുന്നും കാണത്തില്ല. ജനലിനകത്ത് കൂടെ സൂര്യപ്രകാശം ഇങ്ങനെ കടന്നു വന്നിട്ട്. ബാ ഏക്ക്, എന്നാ വല്ല തേക്കാ. എനിക്ക് ആരാ? വിവാന കോളേജിൽ പോയില്ലേ? അവൻ വെളുപ്പിനായിട്ട് പോയി. അവൻ പാലായിക്ക്. ആ ബാ എണീക്ക്, ബാ ഇറ്റ് വാ. ചെരുപ്പൊക്കെ എവിടെയൊക്കെ കൊണ്ടോ വെച്ചിരിക്കുന്നത്? ഒരെണ്ണം അവിടെ, ഒരെണ്ണം ഇവിടെ ഉണ്ടോ? ഒരെണ്ണം ഇവിടെയാണെങ്കിൽ ഇവിടെ എല്ലാം മാറ്റി മറിച്ചിട്ടിരിക്കുക. വാ ഇറ്റ് വാ. മഴ ചെരുപ്പെടുത്ത് മാറ്റി കേട്ടോ, മറ്റേ ചെറിയ ചെരുപ്പ്. എന്നാ ഏക്ക്, പല്ല് തേക്ക്, പല്ല് തേക്ക്. ബാ എനിക്കിപ്പോൾ കഴിക്കണം. ബാ സമയം പോയി, നമ്മ എല്ലാം കഴിക്കാൻ പോവാ. ഈ ഇച്ചിരി കഴിയണ്ട. മണി 9 മണി 9 9 മണിയായെന്നേ. 9 മണി. ആ ബാ വല്ല ഇച്ചിരിയുടെ കഴിയിട്ടെന്നും പറഞ്ഞിരിക്കുക. അമ്മയുടെ പറഞ്ഞത്, എലിക്കുട്ടിയമ്മയുടെ പറഞ്ഞത്. വാ പല്ല് തേച്ചിട്ട് വാട്ടാ, കഴിക്കാം. ആ ഈ ചെരുപ്പ് അങ്ങ് മാറ്റി മറ്റേ ചെരുപ്പ് അമ്മയുടെ എൻ്റെ പള്ളിയിൽ ഒരുമാതിരി ഇരിക്കുന്നുണ്ടേ ഇടാൻ പാടാ. ഇനിയൊരു റബ്ബറിൻ്റെ ചെരുപ്പ് മേടിച്ചു കൊടുത്താൽ തെറ്റി വീഴുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഇനി റബ്ബറിൻ്റെ ചെരുപ്പ് മേടിക്കുന്നില്ല. വേറൊരു പ്ലാസ്റ്റിക് ചെരുപ്പ് തന്നെ ഒരെണ്ണം മേടിച്ചു കൊടുക്കാം. നമ്മുടെ വിരൽ ഇങ്ങനെ ഇച്ചിരി മടങ്ങിയിരിക്കുന്നുണ്ടേ കയറാൻ ഇച്ചിരി പാടുണ്ടത്. ആ അതെ, ആ വിരൽ കുഞ്ഞി കൊടുക്കുവാണ് നമ്മൾ കയറ്റുമ്പോഴത്തേനും അല്ലേ? അതാണ് പ്രശ്നം. എന്നാ ഒത്തിരി കുറവുണ്ട്. എനിക്കാണേലും ഒത്തിരി വ്യത്യാസം വന്ന് സൗണ്ടൊക്കെ മാറി, ഒന്ന് തലക്കൊരു വെളിവൊക്കെ ആയി വരുന്നുണ്ട്. കൂടിപ്പോയോ? എന്നാ തേച്ചോ, എന്നിട്ട് കഴിക്കാം. ആ ഞാൻ തേച്ചു, ഞാൻ രാവിലെ ഏറ്റു വന്നപ്പോഴേ തേച്ചു. ഞാൻ തേച്ചായിരുന്നു. നമ്മൾ എണീറ്റ് വരുമ്പോഴേ തേക്കൂലോന്നേ. അമ്മ പിന്നെ ഇപ്പോൾ നേരത്തെ ആണെങ്കിലും ആ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആകില്ലായിരുന്നു അമ്മയൊക്കെ തേക്കും. വന്നിട്ടില്ലേ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ്. തുപ്പ നമുക്ക് അവിടെ ബാത്റൂമിലല്ലേ തുപ്പണേ? ആ അമ്മ സാധാരണ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് കഴിക്കാറാകുന്ന സമയത്താണ് നേരത്തെ രാവിലെ ആയിട്ട് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കോളേജിലും സ്കൂളിലും ഒക്കെ പോണേ. ചെറുക്കന്മാർ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം. ഞാൻ മാത്രമേ ചെറുക്കനായിട്ടുള്ളൂ. പണിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവർക്കും കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുത്ത്, പറമ്പിൽ പണിക്ക് പോകുന്നവർക്കും കണ്ടത്തി പണിക്ക് പോകുന്നവർക്കും എല്ലാം വെച്ച് കൊടുത്തിട്ട് പല്ല് തേച്ച അവസാനമാണ് അമ്മ കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ? പെരുകുട്ടിയമ്മ അതൊക്കെ ഉഷാറായി വരുന്നുണ്ട്. തലയ്ക്കൊക്കെ ഈ കഫക്കെട്ടലും ഇത് മൊത്തത്തിലൊരു മന്ദതയാണ് എല്ലാവർക്കും. ആണുങ്ങളുണ്ടല്ലോ, വിവാൻ ഇവിടെ ഉണ്ടല്ലോ. വിവാൻ കോളേജിൽ പോയില്ലേ?
കോളേജിൽ പോയി. അപ്പം രാവിലെ ആയിട്ട് പോവും, വൈകുന്നേരമേ വരുള്ളൂ. ഒത്തിരി പഠിക്കാനുണ്ടെന്നേ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പണ്ടത്തെ പോലെ പറമ്പിലൊന്നും പോയൊന്നും കാരണന്മാരെ സഹായിക്കാനൊന്നും പറ്റിയില്ല. അതുപോലെ പഠിക്കാനുണ്ട്. എന്നാലും സഹായിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉള്ള പിള്ളേർ പഠിത്താമെന്നും പറഞ്ഞ് അവരും കയറിയിരിക്കും. അവർക്കൊന്നും പഴയ പോലെ സഹായിക്കാനൊന്നും താല്പര്യമില്ല. പണ്ടത്തെ മക്കളെ പോലെ അന്നത്തെ പോലെ കൃഷിയും കാര്യങ്ങളൊന്നും ഇന്ന് ഇല്ലല്ലോ. നമ്മുടെ പഴയ ഓരോ ഓർമ്മകൾ പറയുക ചെയ്ത് പണ്ട് നമ്മൾ ഓരോ കൃഷിയൊക്കെ ചെയ്ത കാര്യങ്ങളെ അന്ന് പഠിക്കുന്നതിനിടയ്ക്ക് തുപ്പണം. നമ്മൾ ബാത്റൂമിൽ പോയി തുപ്പാം. അങ്ങോട്ട് പോകണം. ഇവിടെയല്ലേ സാധാരണ അമ്മ പോയി കഴുകുന്നേ. ചിലപ്പോൾ അതിനകത്ത് പോയി വലുത് തേക്കുന്നത്. ഇന്ന് മറന്നുപോയി. അങ്ങ് പോണ കാര്യം വിട്ടുപോയി. അമ്മയൊക്കെ ഉണ്ട്. അമ്മയല്ലേ പറഞ്ഞ പല്ല് വെച്ചിട്ട് വരാൻ പറഞ്ഞേ. പിടിക്കണോ? നൈറ്റ് അങ്ങ് ചുറ്റിക്കൂടി ഇരുന്നിട്ട് അമ്മയ്ക്ക് ഇറങ്ങാൻ പറ്റാഞ്ഞിട്ടാ കേട്ടോ. എന്നാ പോയി കഴിയിക്കോ. അപ്പോൾ ഞാൻ പാൽപ്പൊടി കൊണ്ട് വെച്ചിട്ട് വരാം അമ്മ കഴുകണ സമയത്ത് കേട്ടോ. എലിക്കുട്ടിയമ്മയ്ക്കുള്ള ഇന്ന് ഓട്സാണ് കൊടുക്കണത്. എത്ര ദിവസം കഞ്ഞിയും അതും ഇതുമൊക്കെ ആയിട്ട് എല്ലാ ഭക്ഷണങ്ങളും കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരാഴ്ച കൂടി ആണ് നമ്മൾ ഓട്സ് കൊടുക്കുന്നത്. അതെ, രാവിലെ ചക്കപ്പുഴുക്കായതുകൊണ്ട് അമ്മയ്ക്ക് രാവിലെ ചക്കപ്പുഴുക്ക് കൊടുക്കണം. ഇനി വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ പോയി ചക്ക പറിച്ചായിരുന്നു. ശരിക്കും മൂത്തിരിക്കുന്നത്. അത് ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. കാരണം പെട്ടെന്ന് പോയി പറിക്കേണ്ട വന്നതുകൊണ്ടും വെയിലായിരുന്നതുകൊണ്ടും നമുക്കത് കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ പ്രത്യേകിച്ച് എടുക്കാൻ നല്ല തോട്ടിക്ക് വലിച്ചടിക്കുക ചെയ്ത് കയറിപ്പറിച്ചൊന്നുമില്ല. 3-4 വലിച്ചടിച്ചപ്പോഴാണ് പുഴുക്കാനുള്ളത് കിട്ടിയത്. അപ്പോൾ ചക്ക ഏകദേശം ശരിക്കും മൂത്തിട്ടുണ്ട്. മൂത്തു. അപ്പോൾ അമ്മ അടുക്കളയിലോട്ട് അമ്മ ബാത്റൂമിൽ കഴുകാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നാ പറ്റിയേ? ഈർക്കലിയൊന്നും വേണ്ടെന്നേ. അത് സാരമില്ലേ, ഒരു ദിവസം പഠിച്ചില്ലെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഈർക്കലിയൊന്നും ഇപ്പോൾ വീഴുന്നില്ല. അതെങ്ങനെ വീഴുന്ന? ഓല മുഴുവൻ കേടോലകളാണ് വീഴുന്നത്. പണ്ടത്തെ പോലെ നല്ല ഓലകളൊന്നും വീഴുന്നില്ല. അപ്പോൾ പിന്നെ ഈർക്കലി എടുക്കാൻ മാർഗമില്ല. ഇതിനകത്ത് വെള്ളമില്ലേ? വരാറാകുന്നേ ഉള്ളൂ. അമ്മ മുഖമൊക്കെ കഴുകുന്നേ ഉള്ളൂ. ബക്കറ്റിനകത്ത് പിടിച്ച് വെച്ചിട്ടുണ്ട്. അമ്മ ഈ ടാപ്പ് വെച്ചാൽ പിരിച്ച് ഒടിച്ച് കളഞ്ഞുകൊണ്ട് വെള്ളം ബക്കറ്റിനകത്ത് പിരിച്ച് അമ്മ ഒടിച്ച് കളഞ്ഞു. അതുകൊണ്ട് അതിനകത്ത് വെള്ളം ഇപ്പം വരുന്നില്ലത്. അത് എത്ര എണ്ണം മാറിയതാണെന്നറിയാം. എത്ര മാറിയാലും അമ്മ അത് പിരിച്ചൊടിച്ച് കളയും. നമ്മുടെ ശക്തി മുഴുവൻ ടാപ്പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 3-4 ഇപ്പം നിലവിൽ അമ്മയ്ക്ക് വയ്യാതെ വന്നു കഴിഞ്ഞ് മാറിയതാണ്. പിന്നെ നമ്മളത് അടിയിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അത് ടാപ്പിന് ടോപ്പ് അങ്ങ് പിരിച്ച് അങ്ങോട്ട് ടൈറ്റാക്കും. ടൈറ്റാക്കിയിട്ട് പിന്നെ അത് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ അത് കംപ്ലൈൻ്റ് ആവും. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇന്ന് ഡോർ അടക്കുന്ന കാര്യം മറന്നുപോയി. ഡോറൊക്കെ അടച്ച് കുറ്റിട്ടിട്ടാണ് അമ്മ പോരുന്നത്. ബാ ഇങ്ങനെ പോരും. കഴിക്കാം. ഇവിടെയല്ലേ നമ്മൾ കഴിക്കുന്നേ. ഭക്ഷണം കഴിക്കുന്നത് ഇവിടെയല്ലേ? അത് ഏതാണ്ട് ബാമോ അതിൻ്റെ ഇതൊക്കെയാ, ഫാനിൻ്റെ റിമോട്ടൊക്കെയാ. ഇരിക്കുന്ന ഒരാള് ഇതുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഇല്ലേ? അയ്യോ, ചുമ്മാ പറയണ. ചിരി വരുന്നുണ്ട്. അറിയാന്ന് പറഞ്ഞിട്ട് ചിരി വരുന്നേ. എന്നെ അറിയോ? ആരാ? ആണോ? കൊള്ളാമല്ലോ. അവിടെ ഇരിക്കണ്ടല്ലോ. ഇവിടെ ഇനി നമുക്ക് കഴിക്കാൻ പോവാ. ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പിന്നെ പറയാം. ആടെ ഇരുന്ന് വർത്താനം പറഞ്ഞ തണുത്ത് വന്നിട്ട് എന്നോട് പറയും തണുപ്പിച്ചതാണ് എനിക്ക് തന്നേന്ന്. എനിക്കെന്റെ അമ്മയ്ക്കാ.
ഞാൻ ഈ വേറെയാ കഴിക്കുന്നത്, എടുത്തോണ്ട് വരുമ്പോ തന്നെ. ഇപ്പൊ വിശക്കുന്നില്ല സത്യം പറഞ്ഞാല്. വിശക്കാതെ ഭക്ഷണം കഴിക്കരുതെന്നാ പറഞ്ഞേക്കണേ. അല്ല എങ്ങനെയല്ലേ? അതിനൊന്നും രുചി തോന്നിയല്ല. വിശക്കാതെ ഭക്ഷണം കഴിക്കരുത്, വിശന്നിട്ട് വേണം കഴിക്കാൻ, ഇല്ലേ? ആ, അല്ലെങ്കിൽ രുചി തോന്നിയല്ല. വിശന്നിട്ട് കഴിച്ചാലും രുചി തോന്നും. വിശക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കുകയല്ലോ. അപ്പൊ ചിലവര് കഴിക്കൂന്നേ ആ സമയത്ത് കഴിക്കാൻ വേണ്ടിട്ട്. അയ്യോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നുമില്ലേ? ആ, എന്നാ കഴിച്ചു. ഇപ്പൊ അറിഞ്ഞോ എന്നെ അറിഞ്ഞോ? എനിക്കറിയില്ല. അമ്മയുടെ മകൻ ജോമോനുണ്ടോ? അമ്മയ്ക്കൊരു മകൻ ജോമോനുണ്ടോ? ആ ജോമോന്റെ കെട്ടിയോളാ. ആ, അവന് ഉണ്ടോ? ദേ ഈ നിക്കുന്നതല്ലേ? ആ, അല്ലേ? എന്നാലും നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നതല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ആ, എന്നാ വന്നിരുന്ന് കഴിച്ചോ. അമ്മ ഞങ്ങളുടെ കൂടെ അല്ലേ നിൽക്കുന്നത്, എന്നിട്ട് ഞങ്ങളെ അറിയത്തില്ലല്ലേ? സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാ നിൽക്കുന്നത്, വേറെ എങ്ങോട്ടും പോണില്ല. ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഓർമ്മയൊക്കെ എന്നാ പോണേന്ന് അറിയത്തില്ല. വാ, വന്നിരുന്ന് കഴിച്ചു. വാ. സന്തോഷായി. സാരമില്ല, അത് ഊരി പോണ. അതിന്റെ കൊളുത്ത് ഈ ഹോള് വലുതാണ്, ബട്ടൺസ് ചെറുതാണ്. അതാണ് ഈ ഊരി പോണം. ഞാൻ പിടിക്കാൻ ചെന്നാൽ ചിലപ്പോൾ മഴക്കുണ്ടാക്കും. അതൊക്കെ ഉണ്ടാവും. എല്ലാരും പോയി കഴിഞ്ഞപ്പം ആളൊഴിഞ്ഞ പൂരപ്പുറമ്പ് പോലെയായി അല്ലേ? ഒത്തിരി ആൾക്കാരെ കാണുന്നു, അമ്മയ്ക്ക് ബുദ്ധിമുട്ടാ. വേഗം കഴിച്ചോ, ഇനി തണുത്ത് പോകും. ഞാൻ തണുത്ത് തന്നൊന്നും പറഞ്ഞേക്കരുത്. വേഗം കഴിക്കണം കേട്ടാ. ആരാ? അവരൊക്കെ പോയില്ലേ? അവരൊക്കെ അവരുടെ സ്ഥലങ്ങളിലോട്ട് പോയി, അവരുടെ ജോലി സ്ഥലങ്ങളിലോട്ട് പോയി. നമ്മ കഴിച്ചോ? ഞാൻ പറഞ്ഞല്ല, അമ്മ ചോദിച്ചു പറഞ്ഞതേ ഉള്ളൂ, മറുപടി പറഞ്ഞതേ ഉള്ളൂ. കഴിച്ചോ? കഴിച്ചോ? നമ്മളൊക്കെ ഉള്ളു, നമ്മളൊക്കെ ഉള്ളു ഇപ്പം. വേറെ ആരും ഇല്ലേ? നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും കൂടി ഇല്ല ഇപ്പം. എല്ലാവരും പോയി. അമ്മയും ചാച്ചനും ആരും ഇല്ലേ? അമ്മയും ചാച്ചനൊന്നും ഇല്ലെന്നേ. അമ്മയും ചാച്ചനൊക്കെ നേരത്തെ മരിച്ചു പോയതല്ലേ. അവരൊക്കെ നേരത്തെ പള്ളിയിൽ പോയതാ. പള്ളിയിൽ പോയി. അമ്മ കഴിച്ചോണ്ട് വർത്താനം പറ. കഴിച്ചിട്ടിരിക്കുക, നമുക്ക് പിന്നെ വർത്താനം പറയാം. കഴിച്ചിട്ട് വർത്താനം പറയാം. അവർക്ക് കഴിക്കാൻ പറ്റാ. അല്ലല്ല, ഇത് എലിക്കുട്ടി അമ്മയ്ക്ക് ഉണ്ട്, അവർക്ക് വേറെ ഉണ്ട്. അവര് പള്ളിയിൽ പോയേക്കുവാ. പള്ളിയിൽ പോയി. പള്ളിയിൽ. ആ, ഇപ്പൊ പള്ളിയിലൊക്കെ പെരുന്നാൾ ഉത്സവങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് അത് കഴിക്കുക, പെട്ടെന്ന് കഴിക്കുക. എന്നിട്ട് എലിക്കുട്ടിക്കും അതിനും പോകാനുള്ള, പെരുന്നാളിന് പോകാനുള്ള. കഴിച്ചോ പെട്ടെന്ന്. പെട്ടെന്ന് കഴിക്കുക. കഴിച്ചിട്ട് കൊണ്ടുപോയില്ലെന്നാ പറഞ്ഞ എലിക്കുട്ടീനെ. ഇച്ചിരി വെച്ചിട്ട് വർത്താനം പറഞ്ഞ് അതുകൊണ്ടല്ല, ഒരു അങ്ങനെ നിൽക്കുവാണ്. എന്നാ ഞാൻ മാറിയേക്കാം. അമ്മ കഴിച്ചോ കേട്ടോ. ഒരു മടുപ്പ് പോലെ ഉണ്ടെന്നോ. കഴിച്ചു കഴിഞ്ഞോ? കഴിച്ചോ? അതിനാ കഴിക്കാറായില്ലേ? കഴിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ അത്ര നേരം. ഞാനങ്ങ് മാറിയപ്പോൾ എലിക്കുട്ടി അമ്മ കഴിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ. അപ്പം അത് മുഴുവൻ കഴിച്ചില്ല, പകുതിയേ കഴിച്ചുള്ളൂ. പകുതി നമ്മൾ കോരിക്കൊടുത്ത് കഴിപ്പിക്കുകയാണ് ചെയ്തത്. ഓട്സ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനമായിരുന്നു. ഓട്സിനോടൊരു മടുപ്പാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.